ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് കോയമ്പത്തൂരിലെ ഇഷ സെൻറ്റർ ആദിയോഗിയുടെ ശിവൻ്റെ പ്രതിമയുണ്ടല്ലോ അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറേ നാളുകളായി അത് കാണാനുള്ളൊരു ആഗ്രഹം. 2017 ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് അവിടേക്ക് ഇതേവരെ എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്, എന്തായാലും നമുക്കും കൂടി അവിടെ നിന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷ തോന്നിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ കോയമ്പത്തൂർക്ക് പുറപ്പെട്ടു. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ടാണ്, അവരുടെ ഫാമിലിയും കൂടിയിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ഈ പ്രതിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞ കാരണം തന്നെ നേരെ ഒന്ന് കണ്ടുപോകാമല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും കാണണം അല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഈ പ്രതിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണെന്ന് പറഞ്ഞല്ലോ. ഇത് ശിവൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലുതെന്ന് പറയാൻ പറ്റില്ല, പകുതിയിൽ നിന്ന് അങ്ങോട്ടുള്ള വലിപ്പത്തിൽ ഏറ്റവും വലുത്, അങ്ങനെയാണ് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലുത്. അല്ലാണ്ട് ഇതിനും വലിയ ശിവൻ്റെ പ്രതിമകൾ ഹൈറ്റ് കൂടിയത് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനൊരു സംഭവം നമ്മളുടെ തൊട്ടടുത്ത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകുകയാണെങ്കിൽ ഒരു 120 കിലോമീറ്റർ, അവിടെ നിന്ന് ഒരു 150 കിലോമീറ്ററാണ് ടോട്ടൽ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ നമ്മൾ എന്തായാലും പോയി കാണണമല്ലോ. അത് തന്നെയല്ല, ഇത് ഹിന്നസ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുള്ളതാണ്. ശിവൻ്റെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് ഉള്ള ഹിന്നസ് റെക്കോർഡ് വരെ ഇതിന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അവിടെ വരെ ഒന്ന് പോയി കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇറങ്ങിയത് കേട്ടോ. ഈ പ്രതിമയുടെ ഹൈറ്റ് എന്ന് പറയണതില്ലേ 112 അടിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ വീതി 25 അടി വീതിയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് മൊത്തം എനിക്ക് തോന്നുന്നു 500 ടൺ എങ്ങാണ്ടാണ് പറയണത് കേട്ടത്. ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റീലിലാണ് കേട്ടോ, ഫുള്ള് സ്ട്രക്ചറും ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലാണ്. വല്ലഭായ് പട്ടേലിൻ്റെ ഒക്കെ പ്രതിമ എനിക്ക് തോന്നുന്നു കോപ്പറിലെങ്ങാണ്ടാണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വണ്ടിയും കാര്യങ്ങളും എല്ലാം ഒക്കെ അതേപടി അവിടെ എപ്പോഴും കാണാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ബസ്സിലാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 രൂപ താഴെയാണ് ബസ് ചാർജ് വരുള്ളൂ. അല്ല കോയമ്പത്തൂരിൽ നിന്നാണെങ്കിൽ ഒരു 30 രൂപയ്ക്കാണ്. നമ്മുടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 150 കിലോമീറ്റർ, അപ്പോൾ നമുക്കൊരു 10,000-2000 രൂപയുടെ ഡീസൽ അത്രയൊക്കെ മതി കേട്ടോ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട്. പിന്നെ അത് തന്നെയല്ല, ഒരു പ്രാവശ്യം കണ്ടിരിക്കാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു 30 കിലോമീറ്റർ അകലെ വെള്ളിയാങ്കിരി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മലനിരകളുണ്ട്. അതിൻ്റെ താഴ്വരയിൽ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു താഴ്വരയിൽ എന്താ പറയുക, അങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു പ്രതിമയായിട്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളവിടെ ചെന്ന് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ഥലം മൊത്തം ഏകദേശം ഒരു 150 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ ഇതിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ചാർജ് ഒരു 30 രൂപ, അല്ലാണ്ട് ടിക്കറ്റിനോ അല്ലെങ്കിൽ വേറെ യാതൊന്നിനും പൈസ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇത് കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടൈം കാണാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് കേട്ടോ. 7 മണിയാകുമ്പോൾ ലേസർ ഷോ നടക്കും കേട്ടോ ഇവിടെ. ഈ ലേസർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. നല്ല അടിപൊളിയായിട്ട് ശിവൻ്റെ പുറത്ത് നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഫീൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല, ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ആ ഒരു ഷോ അന്ന് നടത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് കാണാണ്ട് വിഷമിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ചെറിയ മഴയില്ലാത്ത സമയത്ത് നോക്കി പോയില്ലെങ്കിൽ അതുപോലെ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഒരു പ്രാവശ്യം പോകാം. ഇനി നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളവിടെ പോയി കണ്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ പറയുന്നതിന് മുന്നേ ഒന്നും കാണാണ്ട്, നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ കഥ കേട്ടിട്ടല്ലല്ലോ നമ്മൾ ആദ്യം പോയി കാണുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒന്നും അറിയാണ്ടാണ് നമ്മളതിനെക്കുറിച്ച് പോയി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ കണ്ട വിശേഷങ്ങളും കാര്യങ്ങളും പിന്നാലെ വരുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നിൽക്കുന്നത് വാളയാറാണ് കേട്ടോ. വാളയാർ ഞങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർക്കാണ് പോകുന്നത്. അപ്പോൾ നിൽക്കുന്നത് വാളയാർ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയതാണ് ഉച്ചക്കലത്തെ ഊണ്. അപ്പോൾ ആദിയോഗിയുടെ ഒരു പ്രതിമയുണ്ട്, അതായത് ശിവൻ്റെ വലിയൊരു പ്രതിമ നമ്മുടെ കോയമ്പത്തൂർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നാളായി വന്നിട്ട്. അപ്പോൾ പലരും പോയി കണ്ടിട്ട് അത് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടിയിട്ട് അവരുടെ ഫാമിലിയും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, അതിനുശേഷം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ കയറിയിട്ടുള്ള ഹോട്ടൽ ദ റൈസ് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഹോട്ടലിലാണ് കേട്ടോ, റൈസ് ബോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഊണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിറച്ച ആൾക്കാരുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 14 പേർക്ക് റെഡി ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ നിലവിൽ എൻ്റെ സീറ്റ് ഇവിടെയാണ്. ഇവർ വലിയ വലിയ കഥകളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വർത്തമാനം പറയാനൊരു സാഹചര്യം കിട്ടുന്നില്ല. എന്ത് ചോദിച്ചാലും അതിന് ഉത്തരമില്ല. എല്ലാവരും അവരവരുടെ മാറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഫാൻസിക്ക് എന്താ പറയണമെന്ന് ഒന്നും പറയാനില്ല. എന്താ പറയാൻ വന്നു പറഞ്ഞോ, വീഡിയോയിലല്ല, ആർക്കും ഒന്നും പറയാനില്ല. ഇത് എന്തെങ്കിലും പറയാനുണ്ടോ? മീൽസ് പറയണ്ടപ്പോ? ആ പറഞ്ഞിട്ടുണ്ട്, അമ്മ മീൽസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ മീൽസ് ഇതില് എന്താണ് മാറിയിട്ടില്ല എന്നല്ലേ. അപ്പൊ ബിരിയാണിയാണോ മീൽസാണോ? ആ, ഇവിടെ എല്ലാവരും ബിരിയാണി മീൽസൊക്കെ പറഞ്ഞത്. ഒരു കുട്ടി അവിടെ കിടക്കണ്ടല്ലോ, ആ കുട്ടീനൊന്നും ലേശം പൊക്കിയെ കാണുന്നില്ല. ആ കണ്ടു. പേരൊന്നും പറയാൻ പറ്റുമോ? കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് പേര് മാറിയിണ്ടാ? കഴിഞ്ഞ കൊല്ലം പേര് പറഞ്ഞത് വീഡിയോയില് കരിച്ചിട്ട പറയില്ലാന്ന്. ആ സ്പെല്ലിംഗ് അടക്കം പറഞ്ഞിട്ടുണ്ട്. സ്പെല്ലിംഗ് അടക്കം ആ അത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് മാറ്റിയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്തതാ. നിങ്ങൾ ലിയ മോളേന്നാന്ന് വിളിക്കുക. ചോറ് പറഞ്ഞിട്ടില്ലേ? ഇത്തിരി ക്ഷീണായിണ്ട്. ബിരിയാണി. ആ ആനന്ദം എന്തിട്ടാ ബിരിയാണി? ചോറ്. അതിലെന്തിട്ടാ? വെറും ഓംപ്ലേറ്റ്. നീ അപ്പൊ എങ്ങനെ ഈ ശരീരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഓരോന്നോരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. റൈസ് ബോൾ ആദ്യോഗി ഫിഷായിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ ലേറ്റ് ഇട്ട സമയത്താണ് കാണാൻ പോകുന്നത്. ഇന്നിപ്പോ മഴ പെയ്യുമ്പോ എനിക്ക് തോന്നുന്നു അതൊക്കെ കൂടി ഷോർട്ടായിട്ട് പൊട്ടി തെറിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെല്ലുമ്പോ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? നമ്മുടെ റെമോ അവിടെ ഇരിക്കണ്ടല്ലോ. റെമോ ഈ ഹോട്ടൽ വരുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് വാളയാർ പോകുമ്പോൾ വാളയാർ എത്തുന്നതിനേക്കാളും മുന്നേ പാലക്കാട് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കേട്ടോ. യു ടേൺ അടിച്ചു വരണം. ഈ ഹോട്ടലിലേക്ക് പ്രിഫർ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ ഇതിന് മുന്നേ 2 പ്രാവശ്യം വന്നപ്പോൾ ഈ ഹോട്ടലിൽ കയറിയിട്ട് അത് നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലും നല്ല ഫുഡുമായിരുന്നു അന്ന് വന്നപ്പോൾ. ഇപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല, കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം വിചാരിച്ചിട്ടാണ്. അനിലിന് അന്ന് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. നല്ല ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മീൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി മീൽസാണ്. ഇത് കഴിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ സംതൃപ്തിയാവുന്ന സൈസുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. ഒരു ചപ്പാത്തി, അതിൻ്റെ മുകളിൽ ഒരു പപ്പടം, ഒരു പഴം, പിന്നെ ചുറ്റോറ നിറച്ചും പൂക്കളിട്ട പോലെ ഫുൾ കറികൾ. നല്ല രസമുണ്ട്. പായസം വരെ ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. തൈര്. ആ പിന്നെ അടുത്തത് ഏതാ? തോരൻ. പിന്നെ എന്തോ ഒരു കറി, ഇത് മനസ്സിലാവണില്ല. പിന്നെ ഇത് അച്ചാർ, ഇത് കൊണ്ടാട്ട, ഇത് പായസം, ഇത് സാമ്പാർ, രസം, പിന്നെന്തോ കൂട്ടുകറി, പിന്നെ വേറെന്തോ കറി, പിന്നെ ഇത് കാബേജ്, ഇത് പരിപ്പ്, പിന്നെ ഇത് കൂട്ടുകറി. അപ്പൊ ശരിക്കും ടോട്ടൽ എത്ര സൈസ് അവിയല്? അപ്പൊ എത്ര സൈസ് കറിയായി? 1 2 3 4 5 6 7 8 9 10 11 13 തരം. 15 16 ചോറ് 17 ഐറ്റായി അല്ലേ? അതെ. നീ ഇതേ ഓരോന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ടോ. പിന്നെ മൊത്തത്തിലുള്ള ഭംഗി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളൊരു ആവോലി മീൻ പറഞ്ഞിരുന്നു. ആവോലി മീൻ അതിൻ്റെ ഭംഗിയിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ എന്താ പറയുക, കുറേ സാധനങ്ങളൊക്കെ വെതറി നല്ലൊരു ഭംഗി കിട്ടാവുന്ന രീതിയിലുണ്ട്. ആവോലി മീനിൽ നിന്നും ഞാനത് പിടിച്ച് ഫസ്റ്റ് ഊണ് കഴിക്കുന്നതിനേക്കാളും മുന്നേ, നാരങ്ങ പിഴിയണേക്കാളും മുന്നേ അതൊക്കെ വരും. ആവോലി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതാണോ എങ്ങനെയാണോ എന്നുള്ളത്. പിഴിയണേക്കാളും മുന്നേ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഫുഡും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. നാൻറ്റൊക്കെ ബിരിയാണിയിലേക്കാണ് കേട്ടോ കിടന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ കുറേ ഊണുകളിലേക്ക്, പിന്നെ പല ആൾക്കാർ പല രീതിയിലുള്ള ഫുഡിലേക്കാണ് കിടന്നിട്ടുള്ളത്. നോക്കട്ടെ. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. വണ്ടിയൊക്കെ അതേ ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നിറച്ച് വണ്ടികളുണ്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആവറേജ് എന്ന് വെച്ചാൽ ഹൈ ടോപ്പ് എന്നും പറയാനില്ല. അന്ന് റേറ്റൊക്കെ കമ്പാരിറ്റീവ്ലി സാധാ റേറ്റ് ഉള്ളൂ കേട്ടോ, വലിയ റേറ്റ് ഒന്നും പറയാനില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി നേരത്തെ പെൺകുട്ടികളെ എല്ലാവരെയും ആ വണ്ടിയിലും, ആൺകുട്ടികൾ എല്ലാവരും ഈ വണ്ടിയിലും അങ്ങനെ കയറി പോവാണ് കേട്ടോ. എൻ്റെ പോവല്ലേ? ഹാപ്പി ആയോ? നല്ല ഭക്ഷണമായിരുന്നു, കുഴപ്പമില്ലല്ലോ. ആവറേജ് എന്നാണ് പറയാനുള്ളൂ, അല്ലാണ്ട് ഒരു
ഒരു 60% അല്ല എത്ര അത്രല്ലേ കൊടുക്കാറുള്ളൂ. ഫിഷ് കറി അത്ര എയിമായില്ല, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു പായസം അടിപൊളിയായിരുന്നു. ഫിഷ് ഫ്രൈ ഇല്ലേ, ഫിഷ് ഫ്രൈസ് എല്ലാം നല്ലതായിരുന്നു. അതെ അതെ. മുത്ത് ബിരിയാണി കഴിച്ച അത് തന്നെയാണോ ബിരിയാണി കഴിച്ചത്? എല്ലാവരും വേറെ സാധനങ്ങളെ കഴിച്ച കാരണം ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ. കാരണം ഒരു ഐറ്റം മാത്രം കഴിച്ചാൽ നമുക്ക് എല്ലാത്തിന്റെയും ഗുണനിലവാരം അറിയാൻ പറ്റില്ല. കറി കേടാവാണ്ടിരിക്കാൻ ഉപ്പ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കേടാവാണ്ടിരിക്കുവോ? ഓഹോ, അങ്ങനെയുണ്ട് അല്ലേ? അതാണ് ഇവര് എല്ലാത്തിലും ഉപ്പ് കൂടുതൽ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഉപ്പ് എല്ലാം കൂടുതലാ അല്ലേ? വളരെ അത് പ്രഷറും കൂടി ഉള്ളത് കൊണ്ടേ. നാൻസി തിരിക്കാൻ പറ്റാണ്ട് നിൽക്കണോ? അല്ലല്ല, ഞാൻ കാണിച്ചു കൊടുത്തുള്ളായിരുന്നു. നീ ഇതോട് റേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറയാൻ വേണമെങ്കിൽ നീ ഇത് അവിടേക്ക് ഇവിടേക്ക് നോക്കിയിട്ട് കഴുത്ത് പുറത്തേക്ക് ഇട്ട് നോക്കിയിട്ട് കാണാനില്ല. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അവര് തിരിച്ചു വരട്ടെ. നമ്മളപ്പോ അങ്ങനെ കേരളത്തോട് വിട പറഞ്ഞ് നേരെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് മലയാളം ബോർഡാണ് കേട്ടോ ഈ കാണുന്നത്. ബാംഗ്ലൂർ 387, സേലം 183, കോയമ്പത്തൂർ 25 കിലോമീറ്റർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് 25 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തും. പഴയ കാലത്ത് ഇവിടെയൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. നമ്മുടെ അവിടെ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ മാക്സിമം ഇവിടം വരെ ആട്ടോ വരുള്ളൂ. ഇവിടെ വന്ന് തിരിച്ചെടുക്കുന്നുണ്ട് ബസ്സുകളൊക്കെ കിടക്കണം. ഇതങ്ങോട്ട് ഈ പുഴ കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിർത്തി. ഈ പാലാണ്. ഇത് പുഴയില്ല, ഒരു തോട് തന്നെയാണ്. ഏതോ ഡീസൽ അടിക്കുന്ന ഈ സൈഡിൽ കൂടെ പോട്ടെ കേട്ടോ. ഇപ്പൊ ഇവിടെ ആകുമ്പോൾ ഡീസലിന് ചെറിയൊരു വില കുറവുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കി അടിച്ചു പോവാം. നമ്മൾ ഉദ്ദേശിച്ചത് തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ മഴ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ തമിഴ്നാട്ടിലും മഴ ഉണ്ടല്ലോടാ. കണക്കൂട്ടലുകൾ പാടോ. മഴയ്ക്ക് അറിയില്ലല്ലോ, ഇതാണ് തമിഴ്നാട് ബൗണ്ടറി. വളരെ എക്സ്പോസ്റ്റ് കഴിഞ്ഞു. പക്ഷെ എന്നാലും സാധാരണ ഗതിക്ക് അങ്ങനെയാ. ഡീസൽ അടിക്കാൻ എത്തി കേട്ടോ. ഇവിടുത്തെ വില കോയമ്പത്തൂരത്തെ വില ഇന്ന് 92.89 റേറ്റ് വരുന്നത്. നമ്മളുടെ അവിടേക്കാളും 2 റുപ്യ കുറവുണ്ട്. 2 എത്രയായി? ഒരു 10 ലിറ്റർ അടിക്കുമ്പോൾ 20 റുപ്യയുടെ കുറവായിട്ടുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ തുടങ്ങിയ ഫസ്റ്റ് പമ്പ് ഇതാണ് കേട്ടോ. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഫസ്റ്റ് വരുമ്പോൾ അവരുടെ വണ്ടി എന്ത് ചെയ്യുക അപ്പുറത്ത് ഡീസൽ അടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. യാത്രക്കാർ സന്തുഷ്ടരല്ലേ? അധികം കുലുക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടല്ലേ വണ്ടി കൊണ്ട് നടക്കണേ? ഇതെന്ത് പഴം അവിടെ നിന്ന് നീ കഴിച്ചില്ലേ? നെക്സ്റ്റ് റാലിക്ക് നിന്നെ ഇറക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിക്കണത് അനിയില്. നിങ്ങളാണല്ലേ ഈ പ്രോത്സാഹനം കൂടുതൽ കൊടുക്കണം അമ്മയ്ക്ക്. ശരിയാവില്ല കേട്ടാ, അത്ര വേണ്ട. ഞങ്ങളും നല്ല സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഞങ്ങളെ അത്ര സ്പീഡ് എടുക്കും, മനസ്സിലായോ? ഇത് മെല്ലെ പോകാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ നാൻസിയോട്. അത്ര സ്പീഡ് വേണ്ടെന്ന് പറഞ്ഞു. 80. ഓക്കെ. കണ്ട ബാക്കിൽ വണ്ടികൾ വരുന്ന കണ്ട. ഇത് ഏതൊക്കെ വണ്ടികൾ എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കിയ. ഇതേതാന്നറിയോ? ഇത് മാരുതി സുസുക്കി ഇക്കോ. മനസ്സിലായ? അയ്യോ എന്റെ പൊന്നെ. പിന്നെ പറയേ, ഡാഡിയോട് പറയേ. നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ പോവാണ്. മനസ്സിലായോ? അബിക്ക് ദേ ഫ്രണ്ടിൽ പോണു. അതേ നമ്മൾ വെട്ടിച്ചു. ദേ നോക്ക് വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ട അവരുടെ വണ്ടി പുറകിലായി. അവര് നമ്മുടെ മുന്നിൽ കടന്നു പോവാന്ന് എപ്പോഴും. അത് അനുവദിച്ചുകൂടാ. പെണ്ണുങ്ങളുടെ വണ്ടി ഫസ്റ്റ് പോകാൻ പാടുണ്ടോ? ഇല്ല. അതാണ് മെല്ലെ വരട്ടെ അവര് കേട്ടാ. അതെ. നമുക്ക് ആദിയോഗിട്ടുണ്ടോ? മുത്തിന് സെൻട്രൽ സീറ്റ് വേണമെന്നൊരു ആഗ്രഹം. അപ്പൊ മുത്തിന് സെൻട്രൽ സീറ്റേ കൊടുത്തു അല്ലേ? അവൻ ഇവിടെ കിടന്നിട്ട് നേരത്തെ ഉറങ്ങിപ്പോയി അല്ലേ? നമ്മളാണെങ്കിൽ ഇവിടെ ഗെയിം കളിക്കുക. വൈപ്പറുമ്പോ വരുമ്പോ തൊടണം. അതാണ് നമ്മളുടെ ഗെയിം അല്ലേ? തൊടാൻ പാടില്ല. അങ്ങനെ കൈയെടുക്കണം. അങ്ങനെ മുട്ടരുത്.
അതെ എല്ലാവരും കയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ആ വണ്ടിയിൽ ഇരുന്നിട്ട്. നമ്മളുടെ വണ്ടിയുടെ അടുത്തെത്തി. വേഗം പോവാ. ആദിയോഗി അങ്ങനെ അതിന്റെ കവാടത്തിന്റെ അവിടെ എത്തിട്ടോ സംഭവം. അപ്പൊ ഇത് കല്ലും കൊണ്ട് പണിതിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. കല്ല് പതിച്ചിട്ടുള്ളതാണോ? മുകളിലൊരു വലിയ കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഇവിടെ ഒന്നുമില്ല, ടിക്കറ്റ് ഒന്നും ഇവിടെ ഇല്ലാന്നുണ്ടല്ലോ, ഉള്ളിലാന്നുണ്ടല്ലോ പരിപാടി. ഒരു വലിയ ഗേറ്റാണ്. ഗേറ്റിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കയറിയിട്ടോ. അല്ല, ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടേ മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള വെള്ളങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയെന്ന് തോന്നുന്നു. കല്ല് പതിച്ചിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ ഉള്ളിലേക്ക് കിടക്കാം. ഇല്ല പരിപാടി ആ വഴിക്ക് പോകാൻ പാടില്ല എന്ന് കാണിച്ചേക്കണം. വണ്ടി പാർക്കിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ്. ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. വണ്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. 2 വീലർ മിനി നമ്മുടെയൊക്കെ 50 രൂപയൊന്നുമുണ്ട്. നോക്കട്ടെ, ചോദിക്കാം. 2 പൈസ കൊടുത്തോ? 500 meters, sharp left to stay on Adiyogi Isha Road. ഇതിലൊന്നുമുണ്ട്. ഇതിലെ പോകേണ്ടവരൂടാ. ഇതൊന്നും ഉണ്ട് വഴി. അറിയില്ല കേട്ടോ. ഇങ്ങനെ കറങ്ങി അടിച്ച് പോകണ്ട. അതെ അങ്ങനെ കറങ്ങി അടിച്ച് വരണം. പോട്ടെ. കണ്ടമാനം വണ്ടികൾ കിടക്കണ്ട കേട്ടോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ വന്നിട്ടുള്ള വഴി റോങ് വേ. അങ്ങനെയുള്ള ഞങ്ങൾ വന്നിട്ടുള്ള വഴി ഒരു കുഞ്ഞിയ വഴി കൂടിയാണ്. അതല്ല, ഇവിടെ ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട് ഇലക്ട്രിക് വണ്ടികളുടെ. ലോങ്ങിന്ന് കാണുന്നുണ്ട്. എന്തായാലും ഇരിക്കണ സ്ഥലത്തിന്റെ ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി. ഇങ്ങനെ കാണുന്നില്ല. അടുത്തേക്ക് എന്നിട്ട് കളിച്ചാലാ. ഇതൊക്കെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാ. ഈ സാധനം വലിയൊരു സംഭവം തന്നെ ആൾക്കാരെ. ഇത് റോക്കില് കുത്തി വെച്ചാൽ അല്ല ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വന്നത്. ഇതിന്റെ ലോങ് വ്യൂ കണ്ടോ? എന്താ രസം നോക്കിയ വണ്ടിയിൽ കാണാനുള്ളത്. ഓ, ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. രസം മീൻസ് കാണാൻ. ഈ ഒരു സംഭവം ഇരിക്കുന്ന ഒരു ഏരിയ കണ്ടോ? നല്ല മലയുടെ ലോങ് സൈറ്റിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടമാനം വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്യണത്? അങ്ങോട്ടേക്കൊക്കെ പാർക്കിംഗ് തന്നെയാണെന്നും ഉണ്ടല്ലേ. എന്തായാലും ഇവിടെ ഒതുക്കട്ടെ, മഴയുണ്ട്, അതൊരു പ്രശ്നമായി. അങ്ങനെ ഞങ്ങൾ വണ്ടി രണ്ടും പാർക്ക് ചെയ്തു. ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇത് കണ്ടു, ഇവിടെ 100 കണക്കിന് വണ്ടികൾ ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്തിട്ടുണ്ട്. നിറച്ചും ആൾക്കാരുണ്ട്. പക്ഷെ അതിനുള്ളൊരു തിരക്കൊന്നും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം വലിയൊരു ഏരിയയുടെ ഉള്ളിലാണ് നിൽക്കണത്. പക്ഷെ മഴ പെയ്ത് ആളി പിളി ചെളി കൊള്ളായിട്ടൊക്കെ കിടക്കണം. നടക്കാൻ പറ്റണില്ല. ഫുള്ള് ചെളി എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെളിയാണ്. വണ്ടി ഇട്ടോടത്ത് ഇതേ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ലാത്ത പരിവായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഉള്ള കുടയൊക്കെ വെച്ചാൽ എല്ലാവരും കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മഴ പെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഈ കാണുന്ന പ്രതിമയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊരു സംവിധാനമാണ്. എന്തായാലും പോയി നോക്കി നോക്കട്ടെ. ഗംഭീര വ്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീര വ്യൂ ആയിട്ട് അടിപൊളി, നല്ല രസമായിട്ടുണ്ട്. ഇനി ഇവർക്ക് ഒരു 2 ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ. ഫോട്ടോ എടുത്തുതരാം കേട്ടോ. ഈ ഒരു സ്റ്റാച്ചുവിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അനിലും നാൻസി ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചോക്കാം. അനിലെ, കൂടുതൽ ആൾക്കാരുണ്ട്, വലിയ ഏരിയ ആണ്. കാർ പാർക്കിംഗ് ഒക്കെ ഏരിയ ഭയങ്കരമാണ്. വന്നിട്ടുള്ളതിൽ സന്തോഷമായി, വളരെ സന്തോഷമായി. എല്ലാവർക്കും സന്തോഷല്ലേ? പക്ഷെ മഴ പെയ്തപ്പോ അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇതിപ്പോ തുടങ്ങി വെച്ചിട്ടുള്ള ആള് ആചാര്യ ജഗ്ഗി വാസുദേവ്. ആളുടെ ഇത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയോ? സദ്ഗുരു എന്നാണ് ആൾ അറിയപ്പെടുന്നത്. ഇനി എന്താ വേണ്ട? എന്താ അറിയണ്ട? അല്ല, പിന്നെ ആള് ഇത് ആത്മീയം 2 തുടങ്ങിയിട്ടുള്ളത് അല്ല. പക്ഷെ ഈ ഒരു സ്റ്റാച്ചു ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയിട്ട് എത്ര നാളായി? അതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? 2-3 കൊല്ലം ഉണ്ടാവുന്നുള്ളത് അല്ലേ? അല്ല, ഇത് ഉണ്ടാക്കിയത് 92-ലാവില്ല. ഇത് പുതിയതാ. സെന്റർ തുടങ്ങിയതായിരിക്കും അമ്മേ. ഇത് എത്ര എപ്പോഴാന്നുള്ളത് അറിയില്ല അല്ലേ? എന്തായാലും നമുക്ക് ഇതിന്റെ ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ കുറച്ച് കഴിഞ്ഞ് നടത്തിയതിന് ശേഷം ജയഗുരുവിനോട് ചോദിച്ചെല്ലാം പറയാം. സോറി ഗൈസ്, ലേശം മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. നാറ്റിക്കരുത്, ഒരു കയ്യബദ്ധം പ്ലീസ്. ജയ്ഗുരു അല്ലാന്ന് കേട്ടാ നീ വല്ലതും അല്ലേ? ഓക്കെ അല്ലേ? പോവാ, എന്നാ കാണാൻ പോവല്ലേ?
ഇല്ല. അപ്പൊ നമ്മൾ മെല്ലെ നടന്ന് അതിന്റെ അടുത്തേക്ക് പോകാട്ടോ. ഈ പ്രതിമയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ 19 അടി മുതൽ ബാക്കിയോടെ 112 അടി. അതല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. ഒരു 100 അടി അല്ലടാ, ഒരു 50 മീറ്റർ ടു ഇങ്ങനെ ഫുള്ള് സ്ഥലത്ത് കല്ല് പതിപ്പിച്ചേക്കാണ്. തന്നെയല്ല ഇതിന്റെ ഇത് കണ്ടോ, മലനിരകൾ ഫുള്ള് അവിടെ നിന്ന് മുതൽ ഇങ്ങനെ ഫുള്ള് മലയുടെ ഉള്ളില് ചുറ്റിയിട്ടാ നിൽക്കുന്നത്. ഇത് മൊത്തം മലയുടെ ഉള്ളിലാണ് കേട്ടോ. കാർമേഘം കാരണം നമുക്ക് കാണാൻ പറ്റാത്തതാണ് ശരിക്കും. ഈ സൈഡ് മല പോലെ തന്നെ അതിന്റെ ഉള്ളിലൊക്കെ മലകളുടെ ഉള്ളിലെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ ക്ലിയർ അല്ല. അപ്പൊ കണ്ടു ഇവിടുന്ന് ഇങ്ങനെ മൊത്തം കറങ്ങി അടിച്ച് വരുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ ശിവന്റെ ഇത് കാണുന്നത്. നല്ല അടിപൊളി വ്യൂ അല്ലേ. ശരി മഴ ഇല്ലാത്തൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ ശരിക്കും എടുത്ത് കാണുകയാണെങ്കിൽ, മലകളൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആയേനെ. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് കാണാനില്ല. ഇവിടെ റീൽസുകാരല്ലേ ഏറ്റവും കൂടുതൽ ഇത് റീൽസിന്റെ ഫോട്ടോസിന്റെ ആൾക്കാരുടെ കളിയാ അല്ലേ. കൊണ്ടമാനം ആൾക്കാരുണ്ട്. എന്തായാലും ഞങ്ങളും കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള പരിപാടിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ഗൈസ്. അങ്ങനെ ഞങ്ങള് ഇതിന്റെ തൊട്ടടുത്ത് എത്തിട്ടോ. അപ്പൊ ശൂലൊക്കെ കമ്പി കൊണ്ട് അല്ലേ. ഇത് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഇതൊക്കെ അറിയാം. ഇത് ഈ സ്ട്രെച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീലാണെന്ന്. അല്ലല്ല, ഉള്ളിൽ സ്റ്റീലിന്റെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, സ്റ്റീലിന്റെ. ഇനിയിപ്പോൾ നമ്മൾ വല്ല ഇതിന് ഉണ്ടാക്കണ വീഡിയോ കണ്ടാലേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിന്റെ ഉള്ളിൽ സ്ട്രെച്ചർ ഉണ്ടാക്കി അതിലേക്ക് ഒന്നോലെ ഫൈബറിന്റെ പോലത്തെയോ അല്ലെങ്കിൽ മറ്റേ ഇരുമ്പിന്റെ തകിടിന്റെ രീതിയിലോ ഉള്ള വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കണം. എനിക്കറിയില്ല കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇതിന്റെ ബാക്കിയുള്ള വർക്കിന്റെ വല്ല വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. അത് നോക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അറിയുമല്ലോ. ഇത് ഇവിടെ ഇത് മെയിൻറ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സംഭവമാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഈ വണ്ടി ആണോ മെയിൻറ്റെയിനിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള മറ്റേ ഇതല്ലേ ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രെയിൻ അല്ലല്ലോ ഇതിന് പറയണേ? അതെ, പൊക്കത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പോണേന് അത് തന്നെയാണോ പറയാ? ഈ വണ്ടിക്ക് ആനന്ദിനോട് ചോദിച്ചാൽ ഇതിൻ്റെ കറക്റ്റ് പേരറിയാം. ഇത് ഇത് കണ്ടു എന്നിട്ട് പറയാ നമ്മളുടെ ഹൈഡ്രോളിക് ജാക്കി. ഈ ജാക്കി ഇങ്ങനെ ഇത് നേരെ പൊന്തിച്ച് മുകളിലേക്കാക്കും. മുകളിലേക്കാക്കിയിട്ട് ഈ ജാക്കിയുമ്പോൾ ഇങ്ങനെ പൊന്തി കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒന്ന് കഴുകി തുടക്കി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടത്. വണ്ടിയിലല്ലേ അങ്ങനത്തെ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ. കാളവണ്ടിയിൽ ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതിന് എന്തെങ്കിലും പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അത് ഈ വഴിക്കടെ എങ്ങനെ വലിച്ചു കൊണ്ടുപോകണ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഈ വണ്ടി അതുപോലെ ഏതാ? വോൾവോയാ? വോൾവോ 420 വോൾവോ ക്രെയിൻ വണ്ടി ആയിരിക്കണം. അമ്മ അതെ, ഇത് നല്ല പേട്ട വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ഇവിടെ ഇട്ടേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് മെയിൻ്റനൻസ് എന്ത് സംഭവങ്ങൾ വന്നാലും ശരിയാക്കാനുള്ള പരിപാടിക്കുള്ള പഴയതാ. ഇത് പുത്തൻ വണ്ടിയാണ്. എടാ ഇത് ഓരോരോ മോഡൽസ് അല്ലേ. ഈ ഇങ്ങനെ ക്രെയിൻ വരുന്ന ഇതിന്റെ ഹെഡ് ഇങ്ങനെയാണ് ഈ 420 എന്ന് പറഞ്ഞത്. അതേപോലെ FM 12 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇങ്ങനെയാണ് ഇറങ്ങണേന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ചോദിക്കാൻ വന്ന ഡൗട്ട് അനില് ഒരു ഡൗട്ടുണ്ട്. അതായത് ഈ ഇങ്ങനെ മറ്റേ ഇത് വരുന്നില്ലേ, ഇത് ഈ വണ്ടിക്ക് എന്താ പേര് പറയാ? മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങണേന് ക്രെയിനല്ല, ക്രെയിൻ സ്കൈ ലിഫ്റ്റ് തന്നെയാണോ? സ്കൈ ലിഫ്റ്റ് ഉറപ്പിക്കട്ടെ. അപ്പോൾ ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്, സ്കൈ ലിഫ്റ്റ് വോൾവോന്റെ. അപ്പോൾ എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും ഇത് എഴുതിയുണ്ടോ? എഴുതിയുണ്ട്. ഓ, അപ്പോൾ പിടി കിട്ടി ഗൈസ്. അപ്പോൾ കാളവണ്ടി കണ്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ആൾക്കാരുടെ മുഖം പോകും. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും റൗണ്ടൊക്കെ അടിച്ചു കേട്ടോ. നല്ല ഇപ്പോൾ ചില സമയത്ത് മഴ ചാറും, ചില സമയത്ത് മഴയില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് മുടിയാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം മുടിയാണത്. ജഡ. എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം വരാനുള്ളൊരു സ്ഥലമുണ്ട്. കാളവണ്ടിയിൽ കയറി പോകണം. ഇതേ വല്ലയിടത്തേക്കും കാളവണ്ടി റെഡിയാ. അല്ല, കാളവണ്ടിയിൽ റൗണ്ട് അടിക്കണോ? കാളവണ്ടിയിൽ ആൾക്കാരെ കയറിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ വഴി തെറ്റിയിട്ട് നേരെ ആ വണ്ടികൾ വരണില്ലേ, അതിലെ പോയിട്ടോ. നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് എവിടെ നിന്ന് വരുന്ന വണ്ടികളാണെന്നുള്ളത് മനസ്സിലാവില്ല. പോയിട്ട് ഇതേപോലെ വഴി തെറ്റിയിട്ട് തിരിച്ചു വരുന്നതാവാം. ഈ സ്ഥലങ്ങളൊക്കെ ഒന്നോടെ ഒന്ന് ഭംഗിയാക്കിയല്ലേ. ഇപ്പം ഭംഗിയാക്കേണ്ട ആവശ്യമില്ല. മഴയില്ലെങ്കിൽ ഇതൊക്കെ അടിപൊളി സ്ഥലമാണ്.
തൊടാൻ പാടില്ല. ഇനി ഇതിന്റെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് പോവാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ബസ് പോണു, തമിഴ്നാട് കോർപ്പറേഷൻ 140 അല്ലേ? ആ, അപ്പൊ നമുക്ക് നേരെ ബസ്സിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എവിടുന്ന് വരുന്ന വണ്ടിയാന്നുള്ളത് അറിയില്ല കേട്ടോ. അതെ, ഈ ബസ് മാത്രമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് അറിയില്ല. ബാക്കിയുള്ള എല്ലാ വെഹിക്കിളും വരുന്നുണ്ട്. അർബാനിയുടെ 10 സീറ്റർ പോണു. വേണ്ട, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് അടിച്ച് ഇതിന്റെ നേരെ മുന്നിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ആൾക്കാർ കുറെ റൗണ്ട് അടിക്കുന്നുണ്ട് ഇതിന്റെ ചുറ്റും അല്ലേ? അത് എന്താവും? അത് അവരുടെ വല്ല വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാവും. അതെ, അതും അതിന് വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? നിനക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കി ഇത്, എന്തുകൊണ്ട് ഉണ്ടാക്കിയതാന്നുള്ള വല്ലത് മെറ്റൽ തന്നെയാന്ന് ഉറപ്പിച്ചോ? പക്ഷെ എന്തായാലും ഇല്ലേ, ഈ ഫിനിഷിങ്ങും ഈ ഒരു സംഭവം നിലനിർത്താൻ വേണ്ടിയിട്ടേ മാക്സിമം ഇവർ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനുള്ള സംഭവം ഒക്കെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത്ര ഭംഗിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ആകെ അതിന്റെ ക്ലാവൊക്കെ പിടിച്ച് ആകെ വൃത്തികേടായി നിൽക്കില്ലേ? ഇത് അങ്ങനെയൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം. അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടല്ലോടാ, ഇത് നോക്കിയാൽ കാണാവുന്ന, ഉള്ളിൽ കയറാവുന്ന വല്ല എന്തെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ടാവും ഇതിനകത്ത്? ഉണ്ടാവില്ല അല്ലേ? മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി. ഇനി 7 മണിക്കല്ലേ ഇവിടെ ലൈറ്റിങ് വരിക? ആ, കണ്ണിന്റെ അവിടെ ലൈറ്റ് ഉണ്ടാവും. നീ പറഞ്ഞ ഈ കാണുന്ന പില്ലറും മിക്കവാറും ലൈറ്റ് ആവും അല്ലെ? 90% അത് തന്നെയാവും. അല്ലാണ്ട് ഇതിലിങ്ങനെ നേരിട്ട് ലൈറ്റ് കാണുന്നില്ല അല്ലെ? അതെ അതെ, ആ കമ്പില് മാത്രമേ വേറെ കളറുള്ളൂ, വേറെ ഒന്നിനും. അത് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ള. ഏത്? ചന്ദ്രന്റെ അല്ലേ? എന്തോരം ആളുകളാ നോക്കി, നോക്കി, ഭയങ്കരം. അതുപോലെ തന്നെ ഈ മലകളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആ കോട ഇങ്ങനെ പോകും തോറും മലകൾക്ക് ഭംഗി കൂടി കൂടി വരും. അതിന്റെ ഷേപ്പ് ശരിക്കും കിട്ടി തുടങ്ങി. അതുപോലെ ഈ അകലയിലേക്ക് വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കണ്ടു തുടങ്ങി. നേരത്തെ വെള്ളച്ചാട്ടമൊക്കെ കോടയുടെ ഉള്ളിലായിരുന്നു. ആണോ? മലമ്പുഴ ഡാമിന്റെ സൈഡ് അതറിയില്ലേ? അത് കറക്റ്റ്. ചായക്കടയിൽ പോവാന്നാ? ചായക്കടയിൽ പരിപ്പടയും ചായ. വന്നവർക്കൊക്കെ പരിപ്പടയും ചായമാര് വരുമോ? പഴംപൊരി ഉണ്ടോ? അത് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. കിട്ടും. എന്തിനു വേണ്ടേ? അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ആ ശരി. ഇവിടെ എന്നിട്ട് വേണ്ടേ? എന്തെങ്കിലും പൊറോട്ട ബീഫ് മതിയാ? പറയണില്ല. മുത്തിന് എന്തിട്ടാ? മുത്ത് റെമോ കാണിച്ചോണ്ടിരിക്കാനുള്ള ദൈവമേ. ബാ ഒന്ന് നടന്ന് ബാ, പോയിട്ട് ചായ കിട്ടുമോ നോക്കാം. കൊറേ സമയണ്ടേ. കാളേനെ കൊണ്ട് പണി ഇടിപ്പിക്കുകയാണ് ഗൈസ്. ഇപ്പം നിലവിൽ തൊട്ടടുത്ത് അവിടെ ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ചായക്കടയിലേക്ക് ഇങ്ങനെ നടന്നാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കാളവണ്ടിയിൽ കൊണ്ടുപോകും. 10 രൂപയുള്ള ഈ കാളവണ്ടിയിൽ ചായ കുടിക്കാൻ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കാളവണ്ടിയിൽ വേണ്ട, ഞങ്ങൾ നടന്നോളാം. കാളവണ്ടിയിൽ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ, വിദേശികൾ പോട്ടെ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നടന്നു പോകാം എന്ന് പറഞ്ഞു. ഒരാൾ പ്രാർത്ഥിച്ച് നടന്നു പോകണ്ടട്ടെ അതിൻ്റെ ഇടയ്ക്ക്. ആയിരിക്കാം. ഇവിടെ ചായക്കുള്ള ഗ്ലാസ്, ഈ മൺചട്ടി ഇതിന്റെ ഉള്ളിലിട്ട് തിളപ്പിക്കും അല്ലേ? തളച്ച സാധനങ്ങൾ ഇടിക്കും. എന്നിട്ട് ഈ ചായയില്ലേ, ഈ ഉണ്ടാക്കിയ ചായയുടെ ഉള്ളിലേക്ക് ഇടും. ചായ മതി. അതിനുശേഷം ഈ ഗ്ലാസ്സിൽ ഒഴിക്കണം. നോക്കിട്ടോ, ഇപ്പൊ ഇവൻ ഈ പൊന്തിച്ച സാധനം ഇല്ലേ, ഈ സാധനം ഈ ചായയിലേക്ക് ഇടുമ്പോൾ നോക്കിയോട്ടോ. ഇപ്പൊ കാണിക്കും ചേച്ചി. ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു ഹാപ്പിയായി. വീണ്ടും ഒരു നല്ല വലിയ മഴ പെയ്തു. അതിനുശേഷം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ലൈറ്റ് ഷോ ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഴ നിൽക്കുന്ന സമയത്ത് ലൈറ്റ് ഷോ നടത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് കാരണം അവർ പറഞ്ഞായിരുന്നു വെതർ പ്രശ്നമാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഷോ നടക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ആ സമയം എനിക്ക് തോന്നുന്നു 6:10 ആയുള്ളൂ. 7 മണിക്കായിരുന്നു സാധാരണ ലേസർ ഷോ. 7:20 കണ്ടാണ്. പക്ഷെ ആ പരിപാടി നടക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല നീങ്ങാണ് കേട്ടോ. ഇനി വണ്ടി ഇട്ടുള്ള സ്ഥലം വരെ നടക്കണം. ചെറിയ മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇന്ന് ലൈറ്റ് ഷോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഷോ കാണാൻ പറ്റാണ്ട് മടങ്ങുകയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് എല്ലാം നമുക്ക് ദുരിതമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് അതിന് വഴിയുണ്ടാക്കാം അല്ലേ?
എന്നാലും കുഴപ്പമില്ലല്ലോ. അല്ല ഇതുവരെ വന്നതും കണ്ടു. നമ്മളിത് കണ്ടതും യെസ്, അത്രേ ഉള്ളൂ. അതൊരു എക്സ്പീരിയൻസ്. അവർ ആ വണ്ടി കയറി, ഞങ്ങൾ ഈ വണ്ടി കയറി. നിധന ഈ വണ്ടിയിലേക്ക് ഇപ്പൊ കിട്ടി അല്ലേ? ഒരുപാട് സമയത്തിന് ശേഷം ഇന്നോവയിൽ സഞ്ചരിക്കാൻ. ഇനി മുത്തേ ഹാപ്പി അല്ലേടാ? അമ്മ എങ്ങനെയുണ്ടായിരുന്നു സ്ഥലം? കുഴപ്പമില്ലല്ലോ. ഒരാവശ്യം കാണാം അല്ലേ? ഒരാവശ്യം കാണാനുള്ളതുണ്ട്. ആ അടിപൊളിയായി അതിന്റെ പരിപാടി. അപ്പൊ എന്തായാലും നമുക്ക് പുറത്തേക്ക് നീങ്ങാം. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ശരിക്കും EVയുടെ ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട്. അത് കാരണം പിന്നെ പേടിക്കണ്ട കേട്ടോ. അത് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളത് അറിയണില്ല കേട്ടോ. അല്ല ചാലുവാണ്, നമ്മള് കണ്ടില്ല എന്ന് മാത്രം. EV ഒരു മഹീന്ദ്രയുടെ EV9 അല്ലേ കണ്ടുള്ളൂ. അതെ അതെ അതെ. ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടതായിട്ട് കണ്ടില്ല. സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ എന്താവുന്നുള്ളത് അറിയില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം മൈതാനം മൊത്തം വെള്ളത്തിൽ നനയാനുള്ള സകല ചാൻസും കാണുന്നുണ്ട് കേട്ടോ. അതും വേണ്ട പറയാൻ. പിന്നെ ടീ ഷോപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ എക്സിറ്റും അതെ ഓർഗനൈസിങ് പക്ഷെ കറക്റ്റ് അല്ല കേട്ടോ. നമുക്ക് വണ്ടി കൊണ്ട് എവിടേക്ക് പോകണം, എങ്ങനെ ആൾക്കാർ നേരോ മാർക്കോ ഇതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം വരുന്ന ആൾക്കാർക്ക് തെറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, വണ്ടികളും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എൻട്രി ഫീസ് ഒന്നും ഉണ്ടായില്ല, നമ്മുടെ ഇത് മേടിച്ചില്ല. എൻട്രി എക്സിറ്റ് ഒന്നും മേടിച്ചില്ല. ഇനി ഇറങ്ങുമ്പോൾ മേടിക്കോ? എക്സിറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ പരിപാടി കഴിഞ്ഞു. ബസ് അടക്കമുള്ള വലിയ സ്കാനിയയുടെ സ്കാനിയയുടെ എംബ്ലം കണ്ട. ഇതൊക്കെ അങ്ങ് ദൂരെന്ന് വരുന്നവരായിരിക്കും. ആ ലൈറ്റിംഗ് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് വന്നിട്ടുള്ളതാ. എല്ലാവരും പെട്ടുപോയി. മഹീന്ദ്രയുടെ എന്തോരം വണ്ടി കിടക്കണം. അതേപോലെ ചെറുവണ്ടി, വലിയ ബസ്സുകൾ, കളർഫുൾ ആയിട്ടുള്ള ബസ്സുകളും. മഴയായിട്ട് വരെ ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മളുടെ ഹോട്ടലിൽ തന്നെ എത്തിയിട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്ത് വല്ല ചായ എങ്ങനെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് അവസാനിച്ച് നേരെ പോവാണ് കേട്ടോ. ഇരുന്നോ? ഇനിയിപ്പോൾ കയറാത്ത ഹോട്ടലുകളൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഫുഡൊക്കെ പറഞ്ഞ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ വീഡിയോൻ്റെ കാര്യമൊക്കെ ആലോചിച്ചാൽ. എല്ലാവരും പല പല ഫുഡുകൾ പറഞ്ഞു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്വാണ്ടിറ്റി. തോംസൺ കാസയിലേക്കാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി തോംസൺ കാസയിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്തായാലും തോംസൺ കാസയിൽ വന്നു. ഫുഡൊക്കെ സൂപ്പറായി, പെടപെടാന്ന് എല്ലാവരും കഴിച്ചു. ഇനി എല്ലാവരും പിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പോവായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പോൾ ഏതായി? തോംസൺ കാസയോ കഴിച്ചത്? അടിപൊളിയല്ലേ? അടിപൊളി. ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. 10 മണിക്ക് ചേട്ടാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. BDF ആണ് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടം അല്ലേ? നമ്മളിവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ളതിലും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള BDF. നിനക്കും അല്ലേ? പിന്നെ ഒരു ചിക്കൻ്റെ വെറൈറ്റി എന്തായിരുന്നു സാധനം? അമേരിക്കൻ ഷവായി. ആ 3 പേര് വരികയാണെങ്കിൽ ഒരെണ്ണം പറയേണ്ട ആവശ്യമുള്ളൂ. അത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഏറെക്കുറെ. സാധാ പോലെ കഴിക്കുന്നവരാണെങ്കിൽ 2 എണ്ണം സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അതേപോലെ ക്വാണ്ടിറ്റിയിൽ ചിക്കനും ഇതും കയറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ പിള്ളേർ അതെ സൈഡ് ഡിഷൊക്കെ ബാക്കിയായി തുടങ്ങി അല്ലേ? അതെ. എല്ലാവരും ഹാപ്പി അല്ലേ? നാളേക്ക് അടുത്ത ടൂർ പോകാൻ റെഡിയാണോ? എല്ലാവരും റെഡി അല്ലേ? അപ്പം എന്നാൽ കൈ കഴിക്കോ, വീട്ടിൽ കൊണ്ടുവിടാം എല്ലാവരും. അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിലേക്ക് തിരികെയാണ്. നാളെ ടൂറുണ്ട്. അതിൻ്റെ വീട്ടിലേക്ക് പറപ്പൂര് വീട്ടിൽ കിടന്ന് കറങ്ങണ ടൂറ് കേട്ടാ. അപ്പൊ ഇനിയിപ്പം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ആനന്ദനെ കൊണ്ടുപോകാനായിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അതിന് നേരെ അവൻ്റെ വീട് പറപ്പൂരാണ്. നേരെ പറപ്പൂരിൽ പോവാണ്. അപ്പോൾ എന്താ പറയുക, ആൾക്കാർ ഇവിടെ കൂടുതൽ എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ഓരോ കാര്യങ്ങളും കഴിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ എന്താ പറയുക, പെട്ടെന്ന് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വർത്താനത്തിൻ്റെ ഇടയിൽ പെട്ടിട്ട് നമുക്ക് ആ ഒരു ഫ്ലോ ശരിയാവണില്ല എന്ന് പറയും. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പുതിയൊരു കണ്ടൻറ്റൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ മുത്തിൻ്റെ സ്കൂളൊക്കെ തുറക്കണത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് യാത്രകളും കാര്യങ്ങളും ഒന്നും ആവില്ല. ബാക്കിയുള്ള നല്ല എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ 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 പറയാനല്ലേ? ഇനി എന്നാ കാണുക? അപ്പോൾ ഓണത്തിനോ? ഓണത്തിന് ടൂറുണ്ട് കേട്ടാ. അത് തന്നെ ഓണത്തിന് കാണില്ലേ? എല്ലാവരും റെഡി അല്ലേ? ഒരു പ്രാവശ്യം കർണാടക പോയിട്ട് മതിയായില്ലേ? വീണ്ടും കർണാടക എന്ന് പറയണ നാൻസി ഇല്ലല്ലോ ഒന്ന്. ഇനി പോകുമ്പോ അല്ല, മുന്നേ പോയിപ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. ഭയങ്കര രസമായിരുന്നു. അപ്പൊ ശരി, ഓക്കെ, ബൈ 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 ബൈ.